ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി മോര് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് വെച്ചിട്ടാണെന്നല്ലേ, നമുക്ക് പച്ച നേന്ത്രക്കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്കിൽ ഇത് വെച്ചൊന്ന് മോര് കറി ഉണ്ടാക്കി നോക്കാം. ഇതാ നേന്ത്രക്കായ ഒരെണ്ണമെടുത്ത് മുറിച്ച് അതിനകത്തേക്ക് പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ, കുറച്ച് ജീരകം, 2-3 ചെറിയുള്ളിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കായ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ കറിക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ഇടാൻ മറന്നു പോകല്ലേ. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതാ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മോരാണ്. നമ്മുടെ നാട്ടിലെ നല്ല പുളിയുള്ള മോരെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുതന്നതാണ്. നല്ല അടിപൊളിയാണ്. ഇത് ഗ്ലാസ് മുഴുവൻ എടുക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനെയെങ്കിൽ പുളിച്ച കറിയായിപ്പോൾ. അതുകൊണ്ട് ഇതാ ഞാനൊരു 3/4 ഗ്ലാസ് മോരും കൂടെ ചേർത്ത് ഇതാ നമ്മുടെ കറി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടിയാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് താളിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതാ ഇപ്പോൾ താളിപ്പും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ കറി സെറ്റ്. അപ്പോൾ ബൈ, see you tomorrow with a new video.